ഹലോ ഫ്രണ്ട്സ്, പവർപോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വ്യൂ ടാബിലെ സ്ലൈഡ് സോർട്ടർ എന്നുള്ള ഓപ്ഷനെ കുറിച്ച് പഠിക്കാം. നമ്മളുടെ ഈ സ്ലൈഡിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ഏകദേശം 12 സ്ലൈഡുകളുണ്ട്. നമുക്ക് ഈ സ്ലൈഡുകളുടെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ സ്ലൈഡുകളും ഒരുമിച്ചൊന്ന് കാണണമെന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഓർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാ സ്ലൈഡുകളും ഒരുമിച്ച് ഈ സ്ക്രീനിൽ വിസിബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് ചെയ്യാം. സോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ സ്ലൈഡ് സോർട്ടർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. സോ നമുക്ക് ആദ്യം തന്നെ വ്യൂ എന്ന ടാബിൽ നിന്നും ഇവിടെ പ്രസന്റേഷൻ വ്യൂസ് എന്ന ഗ്രൂപ്പിൽ സ്ലൈഡ് സോർട്ടർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കാണാം നമ്മുടെ എല്ലാ സ്ലൈഡുകളും ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ ഇവിടെ വിസിബിൾ ആണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു സ്ലൈഡ് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ സ്ലൈഡുകളുടെ എണ്ണം ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഇവിടെ നിന്നും സൂം ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ സ്ലൈഡുകളെയും നമ്മുടെ ഈ സ്ലൈഡ് ഏരിയയിലേക്ക് കൊണ്ടുവരാം. സോ ഇവിടെ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്ലൈഡുകളെ സെലക്ട് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് എനിക്കിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്ലൈഡ് അവിടെ മൂവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു സ്ലൈഡും നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് ഓർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ആ സ്ലൈഡിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ വ്യൂവിലേക്ക് ഇത് മാറുന്നതാണ്. അതല്ല, വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ വ്യൂ ടാബിൽ ഈ നോർമൽ എന്നുള്ള ഈ ലേഔട്ട് സെലക്ട് ചെയ്താലും അതേ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.